സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീകാന്ത് മുരളി ഇപ്പോൾ മാമുക്കോയക്കനെ ഓർക്കുന്നു. ചന്ദ്രലേഖ എന്ന സിനിമയാണ് ഞാൻ പ്രിയൻ സാറിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മലയാള സിനിമ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ അതിൽ മുതൽ മാമുക്കോയയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഞാൻ അവരിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, മാമുക്കോയയെ നമ്മൾ തമാശ പറയുന്ന, തമാശകൾ ചെയ്യുന്ന, കാലുവഴിക്ക് വീഴുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അപ്പിയറൻസും ഒക്കെയാണ് നമ്മളെപ്പോഴും ചിരിപ്പിക്കാറ്. അദ്ദേഹം പക്ഷേ അതിഗംഭീര നല്ലപോലെ വായന ഉണ്ടായിരുന്ന ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാ ആനുകാലികങ്ങളും സാഹിത്യ സൃഷ്ടികളും എല്ലാം വളരെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാർക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചത് MS ബാബുരാജ്, നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ബാബു ഷാഹിർ എന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിരുന്നു മാമുക്കോയ. അദ്ദേഹത്തിൻ്റെ ഈവനിങ് മെഹഫിലുകളിലെല്ലാം പറ്റുമ്പോഴെല്ലാം കോഴിക്കോട്ട് അദ്ദേഹത്തിനൊപ്പം പോയിരുന്ന് പാട്ട് കേൾക്കുകയും പാട്ടിനെക്കുറിച്ച് പറയുകയും അത്യാവശ്യം നന്നായി പാടുകയും ചെയ്തിരുന്ന ആളാണ് മാമുക്കോയ. കോമഡി സിനിമകളിലൂടെ കൊമേഡിയനായിട്ടാണ് മാമുക്കോയെ ലോകം അറിഞ്ഞതെങ്കിലും മധുര നൊമ്പരക്കാറ്റ് പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള വിയോഗം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. തമാശകളും ഒക്കെയായി അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ ഹ്യൂമറിലെ ഈ പ്രിയദർശൻ സാറിന്റെ സിനിമകൾ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒപ്പം എന്ന് പറയുന്ന ചിത്രത്തിലെ ചെമ്പൻ വിനോദമായിട്ടുള്ള സീന്, ബോഡി ആരാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നത് എന്ത് നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ വെട്ടം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം, മേഘം എന്ന് പറയുന്ന സിനിമയിലെ കുറുപ്പ് എന്ന് പറയുന്ന ആള്, ചന്ദ്രലേഖയിലെ ബീരാൻ എന്ന് പറയുന്ന കഥാപാത്രം. ചന്ദ്രലേഖയിലൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പാവം തോന്നും ഇയാൾ ഹ്യൂമർ ചെയ്യുമ്പോഴും. ഇപ്പം റാംജി റാവിലെ ഹംസക്കോയ എന്ന് പറയുന്ന കഥാപാത്രം വന്ന് വളരെ സീരിയസ്, ഞാൻ വരും പക്ഷെ ഒരാളെയും കൂടെ ഞാൻ കൊണ്ടുവരും എന്റെ മയ്യത്തെടുക്കാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് വരുമ്പോഴേ ഒറ്റ കോസ്റ്റ്യൂമുള്ള ആ പടം മുഴുവൻ, എന്നാലും അത്ര ഗംഭീരമായിട്ടാണ് ആ കഥാപാത്രങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ മാമുക്കയുടെ ഒരു ഹ്യൂമറിന്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ സാധാരണ ഈ തമാശ ചെയ്യുന്നവർക്ക് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വിധേയത്വം കാണും. ഇപ്പോ ബഹദൂർക്കയുടെ കഥാപാത്രമായിരുന്നാലും അതുപോലെ പിന്നെ അതിനുശേഷം വന്ന് മിക്കവാറും അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ഭയങ്കര പോയിന്റ് അല്ല, ഒരു വിധേയത്വമുണ്ട്. പക്ഷേ മാമുക്കയുടെ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഒരു നിഷേധി, ഒരു ധിക്കാരം, അതൊരു ഹ്യൂമറിൽ തന്നെ വേറൊരു തലത്തിലാണത്. കാര്യം അതിനകത്തൊരു വിധേയത്വമൊന്നുമില്ല ഈ നായകനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. എല്ലാം തന്നെ ഈ പിന്നെ തർക്കുത്തരം പറയല്. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, ഒരു ഇങ്ങനെ അപകടമായിട്ട് ആക്സിഡന്റ് പറ്റി ആശുപത്രി കിടക്കുമ്പോ എഞ്ചിനീയറെ വണ്ടി പഠിപ്പിക്കാൻ മേശിരി പറയുന്നുണ്ട്, ഇത്രയും വിവരമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് പറയുന്നുണ്ട്. എല്ലായിടത്തും ഒരു വിധേയത്വം, ഒരു മേധാവിത്വമാണ് പുള്ളിക്കുള്ളത്. അത് പ്രേമേട്ടന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. മാമുക്കോയ്ക്കെന്നല്ല, പൊതുവെ തമാശ പറയുന്നത് നായകന്റെ മണ്ടനായ കൂട്ടുകാരൻ അതല്ല പുള്ളി, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാരാലും പരിഹസിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എപ്പോഴും തമാശക്കാരൻ. ഈ മാമുക്കോയനെ അങ്ങനെ ആരും അങ്ങോട്ട് കൗണ്ടർ അടിച്ച് ജയിച്ചു പോകുന്നൊന്നുമില്ല. പുള്ളി അത് വേറൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുക. ആ രീതിയിലാണ് പുള്ളിയുടെ ഒരു ഹ്യൂമർ. അതൊരു ഇടയ്ക്ക് ഇന്റർനെറ്റിൽ മാമുക്കോയ തക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇപ്പൊ ഈ ട്രോളുകളിലും അദ്ദേഹമാണെങ്കിലും നിറഞ്ഞിരിക്കുന്നത് പലപ്പോഴും. എല്ലാത്തിനും കൗണ്ടർ ടക്കട്ടൊക്കെ അടിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ അത് ഈ വിദേശ ഷോകളിൽ പോയിട്ട് ഒരുപാട് വിദേശ ഷോകളിൽ പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അവിടുത്തെ മലയാളികളെല്ലാം കൂടി ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ ലൈബ്രറി വലിയ വിശാലമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറി ഹാളിലൂടെ നടന്ന് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വളരെ പുസ്തകങ്ങളോട് വലിയ ആദരവുള്ളൊരു മനുഷ്യനല്ലേ. അവിടെ ഇങ്ങനെ പോയി പുസ്തകങ്ങൾ നോക്കി നടക്കുമ്പോൾ ഒരു ഷെൽഫിൽ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള ഒരു പുസ്തകം. ഈ ഓക്സ്ഫോർഡ് അവിടെ ഇരിക്കുക സർവകലാശാലയുടെ. അപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ളൊരു ലൈബ്രറിയനൊക്കെ ഉണ്ട്. അപ്പോൾ മാമുക്ക ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആ ലൈബ്രറിയൻ വെള്ളക്കാരനാണ്. അയാൾ നോക്കുമ്പോൾ മാമുക്കയുടെ പടമുള്ള പുസ്തകം. അപ്പോൾ മാമുക്ക പറഞ്ഞത് ഞാനാ ഉള്ളിക്ക് അത് വെച്ചിട്ട് ഇദ്ദേഹത്തിനോടുള്ളൊരു റെസ്പെക്ട് കാണും. കാര്യം ഒരു മനുഷ്യൻ അവിടെ എത്തിയതിൻ്റെ. അപ്പോൾ ഒരു ലോക മലയാളിയാ ശരിക്കും. നമ്മൾ എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറയുന്ന പോലെ മാമുക്ക മലയാളികളെ മുഴുവൻ ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ ആ ലൈബ്രറിയിൽ നിന്ന് വലിയ കുറേ പുരസ്കാരങ്ങളോ എന്തൊക്കെയോ ഗിഫ്റ്റുകളോ ഒക്കെ ആയിട്ടാണ് നാട്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളതാണ്, നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്.